ഹലോ, എൻ്റെ പേര് അഞ്ജു. ഞാൻ UK-ൽ ആറിനായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മുടെ നാട്ടിലെ ഒക്കെ ഒരു ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് അങ്ങനെ ഞങ്ങളുടെ മൈൻഡിൽ വന്നൊരു ഓപ്ഷനാണ് ഓസ്ട്രേലിയ. സോ ഞാൻ ഏകദേശം ഒരു 2 വർഷമായിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇയർ ഞാൻ ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്തിരുന്നു. അവർ പറഞ്ഞു പുതിയൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യാൻ. ഞാൻ ഓക്കെ, എന്നാൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം, എന്താ അതിന്റെ ക്രൈറ്റീരിയസ് എന്നൊക്കെ അന്വേഷിച്ചു. സോ ദിറ്റ് ഇറ്റ് ഹെൽപ്പ് മീ. അതായത് ആ ക്രൈറ്റീരിയ നമുക്ക് ആ പ്രൊസീജിയർ ഫോളോ ചെയ്യണമെങ്കിൽ, അത് പ്രൊസീജിയർ വഴി മുന്നോട്ട് പോകണമെങ്കിൽ ആ ക്രൈറ്റീരിയസ് ഉണ്ട്, അത് മീറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ആദ്യം അവർ അസസ് ചെയ്തു. അതിനുശേഷം അവർ അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, പേപ്പർ വർക്ക്സ്. ഇറ്റ് വാസ് ജസ്റ്റ് പേപ്പർ വർക്ക്സ്. വേറെ ഒരു എക്സാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കൺസൾട്ട് ചെയ്ത ഏജൻസി എന്ന് പറയുന്നത് ജോണി ലീഡ്സ് കൺസൾട്ടൻസി ആണ്. ദേ വർ സോ ഗുഡ്. എന്താ പറയാ, എല്ലാ പേപ്പർ വർക്ക്സും ചെയ്തു തരുന്നതിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് തന്നിരിക്കുന്ന ആ ചേച്ചി അടിപൊളിയായിരുന്നു. കാരണം എന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്നും ചേച്ചീന്റെ മെസ്സേജ് അല്ലെങ്കിൽ കോൾ ആയിരിക്കും, ആ പേപ്പർ വേണം, ഈ പേപ്പർ വേണമെന്ന്. ആ ഒരു സമയത്ത് ഞാൻ വിചാരിക്കും, ഇത് എന്നും പേപ്പർ ആണല്ലോ എന്ന്. പക്ഷെ അവര് ട്രൈ ചെയ്യുന്നത് നമുക്ക് റിജക്ഷൻ വരാനുള്ള ചാൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ പേപ്പേഴ്സ് ഒക്കെ എന്റെ കയ്യിലുള്ള പേപ്പേഴ്സ് ആണ്, അല്ലാതെ അഡീഷണലി ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് എടുക്കേണ്ട ഒരു പേപ്പേഴ്സും തന്നെ ഇല്ല. എന്റെ കയ്യിലുള്ള പേപ്പേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്ത്, ഇപ്പം എനിക്ക് എംപ്ലോയറിന്റെ അടുത്ത് നിന്ന് ഒരു ലെറ്റർ വാങ്ങണമായിരുന്നു, ഇത്ര അവേഴ്സ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഫുൾ ടൈം ആയിട്ടെന്ന് ഒരു ലെറ്റർ വേണമായിരുന്നു. അതില് ഒരു ലെറ്റർ എന്നോട് എപ്പോഴും പറയും കറക്ഷൻ നോക്കിയിട്ട് അയക്കണേന്ന് പറയും. ഞാൻ ഓക്കെ നോക്കും, എന്റെ കണ്ണിൽ അങ്ങനെ കറക്ഷൻ ഒന്നും കാണില്ല, ഞാൻ സെൻഡ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചേച്ചി മെസ്സേജ് അയക്കും, ഇങ്ങനെ ഇതില് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരി, ഞാൻ കണ്ടില്ല. അവര് തന്നെയാണ് ഈ പറഞ്ഞ പോലെ കറക്ഷനൊക്കെ ഭയങ്കര എന്താ പറയാ സൂക്ഷ്മമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവര് ഓരോ പേപ്പേഴ്സും സബ്മിറ്റ് ചെയ്യുന്നത് അഫ്രയ്ക്ക്. ഞാൻ എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്, അതായത് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് ജാനുവരി മിഡിലാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, ആ ഒരു ടൈമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ലാസ്റ്റ് മന്തിൽ എന്റെ രജിസ്ട്രേഷൻ അപ്രൂവൽ ആയി. ആൻഡ് എന്താ പറയാ, ആ ഒരു 4 മാസത്തെ 5 മാസത്തെ ജേർണി ഉണ്ടെങ്കിലും ഇറ്റ് വാസ് സോ സ്മൂത്ത്. കാരണം ഒരു എക്സാമിന് പോണ്ടി വന്നിട്ടില്ല, ഒന്നുമില്ല. എല്ലാം പേപ്പേഴ്സ്, എന്റെ കയ്യിലുള്ള പേപ്പേഴ്സ്, അതായത് നമുക്ക് എല്ലാ പേപ്പേഴ്സ് ആവശ്യമാണ്. IELTS-ന്റെ പേപ്പേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ പേപ്പേഴ്സും നമുക്ക് ആവശ്യമാണ്. എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു കൊളീഗ് ഇങ്ങനെ രജിസ്ട്രേഷന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചപ്പോഴാണെങ്കിലും പുള്ളി ഇങ്ങനെ പറഞ്ഞു, അവര് നല്ലതല്ലേ, അവര് ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനങ്ങനെ പൊതുവെ ഈ വീഡിയോസും ഒന്നും ചെയ്യാത്ത ആളാണ്, ഭയങ്കര ഇങ്ങനെ എല്ലാത്തിനും റിവ്യൂ കൊടുക്കാറൊന്നുമില്ല. ബട്ട് ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ് ആസ് എ ലൈക്ക് പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ. അവര് ഭയങ്കര കൈൻഡ് ആയിരുന്നു, എന്നെ ഹെൽപ്പ് ചെയ്ത്, അല്ലെങ്കിൽ എന്നെ ഈ ഒരു പ്രോസസ്സിന് ഗൈഡ് ചെയ്ത ആ ചേച്ചി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, എപ്പോഴും ഇങ്ങനെ എന്നെ മെസ്സേജ് അയക്കും, ഇങ്ങനെ ആ പേപ്പർ വേണം, ഈ പേപ്പർ വേണം, അല്ലേ അത് നമുക്ക് ചെയ്യണം, ഇത് ചെയ്യണം, എപ്പോഴാണ് അവൈലബിൾ ആവുക, നിങ്ങളുടെ ടൈം എപ്പോഴാണ്. അവർ അതിനനുസരിച്ച് നമുക്ക് ടൈം, ഞാനിപ്പോൾ ഇവിടുത്തെ ടൈമും നാട്ടിലെ ടൈമും തമ്മിൽ ഡിഫറൻസ് വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ടൈമിന് എല്ലാ കാര്യങ്ങളും ആ ചേച്ചി ഒരു മടിയും കൂടാതെ, ഞാൻ ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ ലേറ്റ് ആയാലും എന്തെങ്കിലുമൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞാലും അവര് അതിലൊരു മുഷിപ്പ് ഉണ്ടാവില്ല. ഭയങ്കര കൈൻഡ് ആയിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ള എല്ലാ ത്രൂ ഔട്ട് 5 months പ്രോസസ്. സോ ഐ എം സോ ഹാപ്പി. അങ്ങനെ എന്റെ രജിസ്ട്രേഷൻ കിട്ടി. ഞങ്ങള് ഓസ്ട്രേലിയക്ക് ഇപ്പം പോകാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല പ്ലാൻ ചെയ്ത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാനത് യൂട്ടിലൈസ് ചെയ്തു. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് എക്സാം ഒന്നും വേണ്ട. ജസ്റ്റ് UK-ൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ അവരുടെ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയാസ്, ദാറ്റ് മീൻസ് ഈ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ടേക്ക് എ ഡിസിഷൻ വെദർ ദേ ഹാവ് ടു ഗിവ് എ രജിസ്ട്രേഷൻ ഓർ നോട്ട്. സോ അതിന്റെ ബേസിസിലാണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. ഇനി എല്ലാ ഇയറിലും നമ്മൾ റിന്യൂ ചെയ്യണം. സോ അതുപോലെ ഈ ജോണി ലീഡ്സിന്റെ അവരെന്നെ കോൺടാക്ട് ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് പോവാൻ എന്തെങ്കിലും ഫെർദർ, കാരണം ബാക്കിയുള്ള പ്രോസസ്സും കൂടി ഉണ്ടല്ലോ, നോട്ട് ജസ്റ്റ് ഓൺലി രജിസ്ട്രേഷൻ. നമുക്ക് അവിടേക്ക് പോകണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 100% അവരിൽ ട്രസ്റ്റ് ആണ്. കാരണം അവരെനിക്ക് തന്ന ഈ ഒരു 5 months ഒരു പീരീഡ്, ഈ 5 months പീരീഡ് അവരുടെ ഡിലേ കൊണ്ടല്ല, എനിക്ക് ചില പേപ്പർ വർക്ക്സ്, അതായത് നമ്മൾ UK NMC-ലൊക്കെ നമ്മൾ പേപ്പർ വർക്ക്സിന് സബ്മിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് സബ്മിറ്റ് ചെയ്യുമ്പോഴും അവരുടെ ഓരോ സ്ഥലത്തു നിന്നുള്ള ഡിലേ കാരണമാണ് എനിക്ക് ഈ പ്രോസസ്സ് 5 months എടുത്തത്. ഈ പ്രോസസ്സ് ഇത്രയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഓരോ ഇൻഡിവിജ്വൽസിനും ഇറ്റ് വേരീസ്. അല്ലാതെ ഒരു സെർട്ടൺ ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും ടൈം എടുക്കും അല്ലെങ്കിൽ ഇത്ര ടൈമിൽ അങ്ങനെയൊന്നുമില്ല. ഇറ്റ് വേരീസ് ഡിഫറെന്റ് പീപ്പിൾ. ആർക്കെങ്കിലും ഇനി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പാത്ത് ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് നോക്കണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ജോണി ലീഡ്സ്.